Okay, so may I ask your name? Sorry, Bilal. Bilal. Actually, first video. ഭയങ്കര പൊളൈറ്റ് ആയിട്ട് വന്ന് സംസാരിച്ചൊരു ടീ ഓഫർ ചെയ്യട്ടെ, ഒന്ന് കുടിക്കാൻ വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അതൊരു വലിയ കാര്യമാണ്. ബ്രോ. എന്റെ ഫുൾ മോട്ടീവ് ഇവനാണ്. ഇവനെ ട്രസ്റ്റ് ചെയ്താണ് ഞാൻ വന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഒന്നും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. മണി 5 ആയടാ. പിന്നെ ചായ കുടിച്ചാൽ ഒറ്റയ്ക്ക് ചായ കുടിക്കുന്നതിലൊരു വൈബില്ല. നമുക്ക് ആരെയും തപ്പം വാ. ഇവിടെ ഒരു ചായക്കട ഇല്ല. നടന്ന് കാലിൻ്റെ ആ തേമാനം വരെ തേഞ്ഞ്. അങ്ങനെ ഗായ്സ്, ചായക്കട നോക്കി ഒരു ചായക്കട ഇല്ല ഗായ്സ്. എന്ത് പറയാൻ, ഇതാണോ കേരള ടൂറിസം? ഒരു ചായക്കട ഇല്ല ഗായ്സ്. അല്ലാതെ എവിടെ മറ്റേ നീ പറഞ്ഞ ഡയലോഗ് പറഞ്ഞോ. അളിയാ എന്തൊരു പറയാ അളിയാ, ഇവിടെ ഒരൊറ്റ ചായക്കട ഇല്ല. നടന്ന് ചെരുപ്പ് തേഞ്ഞ് ഇവിടെ. ഇങ്ങനെ കേരള ടൂറിസം. എന്തിന് അണ്ടിപ്പരിപ്പ് മുതൽ അണ്ടർവെയർ വരെ വാങ്ങാൻ ഇവിടെ കട ഉണ്ട്. എന്നിട്ടൊരു ചായക്കട ഇവിടെ. നിബന്ധന നോക്കാം, വേറെ വഴി എന്തിനും. ഇപ്പം അതിനല്ലേ ഇപ്പോൾ വന്നത്. ഇപ്പോൾ ഫ്രീ ആണെങ്കിൽ ഒരു ഗ്ലാസ് ചായ ഓഫർ ചെയ്യാം. ഇപ്പോൾ ഒരു കട ചായ കുടിച്ചാൽ മതിയോ? ചായ കുടിച്ചാൽ അഭിപ്രായം പറയണോ? അഭിപ്രായം ഒന്നും പറയണ്ട, നമുക്ക് ചുമ്മാ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരു ടോക്ക് കിട്ടാം. അതിനാണ് ഉദ്ദേശിക്കുന്നത്. കോട്ടയം പാല. നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെ. ചേട്ടാ ഒരു 5 ചായ. ആക്ച്വലി ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾ നമ്മൾ രക്ഷപ്പെടും. നിങ്ങൾ തന്നെ പറ. നമ്മളാണെങ്കിലും എൻ്റെ പാഷൻ ഇതൊന്നുമല്ല. എനിക്ക് വേറെ രീതിയിൽ വർക്ക് ചെയ്യാനാണ് ആഗ്രഹം. എന്താ ബ്രോഡ് പാഷൻ? എനിക്ക് ഫിലിം മേക്ക് ചെയ്യാനുള്ള ഇപ്പൊ മറ്റേ ബിടെക്കാരൻ മേലോട്ട് കല്ലിട്ട് ബിടെക്കാരൻ താഴെ ഒരാളുടെ ബിടെക്കാരൻ വീട് പറയല്ലേ. ചായ എങ്ങനെയുണ്ട് ബ്രോ? നല്ല ചായ. അതെ, നല്ലൊരു മികച്ച ചായ. അതെ, ഏലക്കൊക്കെ ഫിൽറ്റർ ചായ ആണെന്ന് പറയത്തില്ല അല്ലേ? ഫിൽറ്റർ ചായ പക്ഷെ അത് കണ്ടില്ല. പറഞ്ഞ ആൾക്കാരാണ് ആദ്യം കഴിച്ചോളാം. ഈയുടെ അടുത്ത് ഇന്ന ആർജ്യമല്ലേ പുറത്തു വന്നിക്കല്ലേ? ഇങ്ങനെയാണ് പുറത്ത് പോകും വീട്ടിൽ ട്രാഫല്ലേ? അതെ, ഈ പ്രായത്തിലുള്ള എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ. അതിൽ നിന്നെങ്കിലൊക്കെ ഒന്ന് കരകയറാണ്. അങ്ങനെയൊന്നും ഇല്ല ബ്രോ. എല്ലാവരും ഒരു സമയത്ത് നമ്മുടെ ആയിട്ടുള്ള ടൈം വരും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. കേട്ടിട്ടുണ്ട്. ഓഡിയൻസിന് മനസ്സിലാക്കാൻ പറ്റിയില്ല. പുള്ളിക്ക് നല്ലൊരു ആക്ടിങ് കരിയർ ഉണ്ടെന്ന് കണ്ടപ്പോഴാണ്. അല്ല, ശരിക്കും നൈസ് ആൻസർ കേട്ടോ. കരട്ടോ. നമ്മൾ അടുത്ത പടത്തിൽ പുള്ളിക്ക് ഒരു ചാൻസ് വേണം കേട്ടോ. തീർച്ചയായിട്ടും. ഇല്ല ബ്രോ, അഭിനയത്തിലങ്ങനെ കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ടും എഴുതാൻ വേണ്ടിട്ടൊക്കെയാണ്. അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടോ? പിന്നെ എല്ലാ മേഖലയിലും കൈ വെക്കുന്നുണ്ട്. ഇപ്പം കൈ വെക്കാത്ത മേഖലയിൽ വളരെ കുറവാ.
ചെയ്തു, പക്ഷെ അത് 12ാം ക്ലാസ് വെച്ച് ചെയ്യുന്നത്. ഡിഗ്രിയുടെ ഫസ്റ്റ് ഇയറിൽ റിലീസ് ചെയ്തു. അന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബജറ്റ് ഒന്നും ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ജോലിയുണ്ട് എല്ലാം ഉണ്ട്, പക്ഷെ എന്തായാലും നടക്കുന്നില്ല. സിനിമ ഡിലേ ഉണ്ടെന്ന് തോന്നുന്നു കാര്യങ്ങളൊക്കെ, എന്നെ തോന്നുന്നു. പിന്നെ ഇവരൊക്കെ ഉള്ളതാണ് എന്റെ ഒരു ധൈര്യം. അടുത്ത നോളനാ കേട്ടോ. കൂട്ടത്തിലൊരു ഊക്കൻ വേറെ വന്ന് വണ്ടിയെ കയറി പ്ലാൻ ചെയ്തു. മൂന്നാർ പോണോ തിരുവനന്തപുരം പോണോ, അല്ല കന്യാകുമാരി പോണോന്നാ. ടോസ് ഇട്ടു, നേരെ ടോസ് ഇട്ടില്ല. ഒരു 3 മിനിറ്റ് അതൊരു ബെസ്റ്റ് തീരുമാനമായിരുന്നു. തിരുവനന്തപുരം എങ്ങനെയുണ്ട്? പക്ഷെ ഞങ്ങൾക്ക് മൊത്തം കവർ ചെയ്യാൻ പറ്റില്ല. ഞങ്ങള് നേരെ കന്യാകുമാരി ഒറ്റ വിടയിൽ ഇന്നലെ വന്നു. ഞങ്ങള് വർക്കല പനിയൊക്കെയായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ പോയി എടുത്തോണ്ട് പ്ലാൻ ചെയ്തതാ. പുള്ളിക്ക് രാത്രി പനിയായിപ്പോയി, ഇവന് ഭയങ്കര വിഷമമായിപ്പോയി. നേരെ രാവിലെ പറഞ്ഞു പനി കുറച്ച് പോയേക്കാം. പറയാത്ത പക്ഷം പറഞ്ഞു സ്നേഹം പോയി പറഞ്ഞേ. നേരെ മരം മേടിച്ചു, വണ്ടിയെ കയറി ഒറ്റ വിടിയില്ല. ഇന്നലെ വർക്കര വന്നു. പിന്നെ എന്ത് ചെയ്യണം തരത്തില്ല, നേരെ കന്യാകുമാരി കേട്ടോ. പിന്നെ കന്യാകുമാരി നമ്മള് അവിടുത്തെ മറ്റെന്ത് വിവേകാനന്ദ പറയല്ലേ, അത് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് പോകും. 2 ദിവസം കൂടെ നിന്ന് ഫുൾ ഒന്ന് എക്സ്പ്ലോർ. പ്ലാൻ ചെയ്താൽ ഒന്നും നടക്കുമല്ല. അതുകൊണ്ട് ഞങ്ങള് വണ്ടിയെ കയറിയിട്ട് 3 മണിക്ക് പ്ലാൻ ചെയ്ത് എങ്ങോട്ടാന്ന് വെച്ചാൽ അങ്ങോട്ട് പരിപാടിയാണ്. ഡിഗ്രി കുറെ പാസ് ചെയ്തു, നടന്നില്ല. പിന്നെ മറ്റേ ക്രിഞ്ചാണ്, എന്നാലും എല്ലാരും പറയും ലൈഫ് ഒന്നും തന്നെ ഉള്ളൂ, ഇതെങ്ങനെയൊക്കെ തന്നെയല്ലേ. പക്ഷെ മാക്സിമം അടിച്ചു കൊടുക്കാം. എന്നാ ഞങ്ങളെന്നാ നിങ്ങൾ ഇനി അടുത്ത വരവിൽ പറയാൻ പറ്റില്ല. നമ്മളെ ചാനലൊക്കെ ഇച്ചിരി റീച്ചായി. ഞങ്ങളൊരു 3 മാസം വീണ്ടും വരാം. 3 മാസം തീർച്ചയായിട്ടും വരാം. ശരി, വീണ്ടും കാണാം. അപ്പൊ all the best for the future, everything. താങ്ക് യു. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ നമ്മളെ പിള്ളേർ തൂക്കി ഗൈസ്, ഒന്നും പറയില്ല. അടിപൊളി പിള്ളേർ. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ട്രിവാൻഡ്രം കാണാൻ വന്നായിരുന്നു പയ്യന്മാർ. പക്ഷെ ഒന്നും പറയില്ല. അവള് ഷോ ചെയ്യാമെന്ന് ഞാനാണോ പിള്ളേരാണോ എന്ന് വരെ ഞാൻ ഡൗട്ട് അടിച്ചു പോയി. എന്തായാലും പിള്ളേർ പൊളിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ആളത്തപ്പം യൂട്യൂബ് ചാനലിൽ നിന്ന് മലയാളം ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. യൂട്യൂബ് ചാനലിൽ നിന്ന്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? മലയാളം Yes, dear. യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ഓക്കെ, ചാറ്റ് ഫോർ ചായ എന്ന് പറഞ്ഞൊരു പരിപാടി. Okay. ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ചായ ഓഫ് ചെയ്യാം. ചായ പൊളിച്ച് നിൽക്കാണ്ട് പറഞ്ഞു കൊടുക്കണം ജിമ്മിയുടെ മോന്. ചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇപ്പോൾ കൊല്ലത്തല്ലേ? കൊല്ലത്താണല്ലേ? അതെ, കൊല്ലം. കൊല്ലത്ത് എവിടെയായിട്ട്? ഞാൻ ട്രിവാൻഡ്രത്ത് പറഞ്ഞല്ലോ. And thank you so much for this tea as well. ഇറ്റ്സ് ഓക്കെ. പിന്നെ വേറെന്തൊക്കെയാണ് ചേച്ചി? എത്രാമത്തെ മാസം വരും? പ്രഗ്നന്റ് അല്ലേ? എൻ്റെ about to end of the 7th month. ഞാൻ 8th monthലോട്ട് വരാൻ പോവാണ്. ഓക്കെ. ട്രീറ്റ്മെൻ്റ് ഒക്കെ? ട്രീറ്റ്മെന്റ് എവറിത്തിങ് നന്നായിട്ട് പോകുന്നു. വർക്ക് ചെയ്യുന്നത്? I'm an IELTS trainer. ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ചേട്ടന് അക്കൗണ്ട്സ് ദുബായിൽ. Okay, so may I ask your name? സോറി, ബിലാൽ. ബിലാൽ. ചേട്ടൻ്റെ? Okay. അതുൽ. ചേട്ടൻ? എൻ്റെ പേര് കാർത്തിക. കാർത്തിക. ഇത് എങ്ങനെയുണ്ട് കോവളം? ഫസ്റ്റ് ടൈം അല്ലല്ലോ, നേരത്തെ വന്നിട്ടുണ്ട്? കോവളം ഫസ്റ്റ് ടൈം അല്ല, ബിക്കോസ് എൻ്റെ ഹസ്ബൻഡാണ് കൊല്ലത്ത് നിന്നുള്ളത്. ഞാൻ ബോൺ ആൻഡ് ബോട്ട് ട്രിവാൻഡ്രം ആണ്. സോ കോവളം എനിക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ട്രിവാൻഡ്രത്ത് എവിടെയാണെന്ന് പറഞ്ഞു? ട്രിവാൻഡ്രം നിയമം. ഞാൻ നിയർ ബൈ തന്നെയാണ്. Yes, I know. Like once you told me. Yes. ജസ്റ്റ് എന്ന് പറഞ്ഞേ ഉള്ളൂ. Thank you so much. ടീ കുടിക്കുന്നു. Yeah. Thank you so much for this. How's the experience? Is it tea or the video? Yeah. എന്തെന്ന്? Is it tea or the video? Yeah. Ball first. What do you think is the total you want to restrict them to, which is going to be easy for you? Thank you.
All right, all the best. Both are nice, especially the way in which how you communicated to us. ഭയങ്കര പൊളൈറ്റായിട്ട് വന്ന് സംസാരിച്ചൊരു ടീ ഓഫർ ചെയ്യട്ടെ, ഒന്ന് കുടിക്കാൻ വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഒരു വലിയ കാര്യമാണ്. And I really appreciate you for that. We really appreciate you for that. Yes. ഉറപ്പായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. And all the best താങ്ക് യു. for your YouTube channel and your upcoming videos as well. Okay? And again, thank you so much for this glass of tea. Thank you so much. Thank you. ഗൈസ്, നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പരിചയപ്പെട്ട 2 ടീംസ് നല്ല അടിപൊളിയായിരുന്നു. ഇതിലും എനർജിയോടെ ഇതിലും പവറോടെ നമ്മൾ അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം നമുക്ക് വേണം. സ്റ്റേ ട്യൂൺഡ്. പിന്നെ ആ പൂജ അങ്ങ് മനസ്സിൽ വെച്ചാ മതി.